എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. കേരളത്തിൽ BJP ക്രമമായി വളർന്നു വരുന്നുണ്ട്. തന്നെയുമല്ല, നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരവസ്ഥയെ നോക്കിയാൽ ഒരു സീറ്റാണ് ലോക്സഭയിൽ LDFന് ജയിക്കാനായത്. അതായത് ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ജയിച്ചെന്ന് കൂട്ടിയാൽ ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മാന്യമായ ഭൂരിപക്ഷത്തോടു കൂടി BJPയും ജയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, തിരുവനന്തപുരത്ത് അവർ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 6ഓളം സ്ഥലങ്ങളിൽ അവർ 2 ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുകളിയല്ലത്. അതുകൊണ്ട് കേരളത്തിലെ BJP നേതൃത്വത്തോട് പറയട്ടെ, ഞാനത് ചിന്തിക്കുകയായിരുന്നു. കാസർഗോഡ് 2.2 ലക്ഷം 2,20,000 വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. കണ്ണൂർ 1,20,000 പിടിച്ചിട്ടുണ്ട്. വടകരയിൽ 1,20 പിടിച്ചിട്ടുണ്ട്. വടകരയൊക്കെ വലിയ പിടുത്തം നടന്നിടത്ത് പോലും 1,20 പിടിച്ചിട്ടുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചിടത്ത് 1,41 പിടിച്ചിട്ടുണ്ട്. കോഴിക്കോട് 1,80 പിടിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് പോയി 85 പിടിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ 1,4 പിടിച്ചിട്ടുണ്ട്. പാലക്കാട് 2,52 പിടിച്ചിട്ടുണ്ട്. ആലത്തൂർ 1,90 പിടിച്ചിട്ടുണ്ട്. തൃശ്ശൂർ 4,12,000 പിടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഇത്രയും വലിയ ഭൂരിപക്ഷം വന്ന എറണാകുളത്ത് പോലും 1,44,000 ഉണ്ട്. ഇടുക്കി 91,000 ഉണ്ട്. ചാലക്കുടിയിൽ 1,06,000 ഉണ്ട്. ആലപ്പുഴയിൽ ഏതാണ്ട് 3 ലക്ഷം അടുത്തുണ്ട്. മാവേലിക്കരയിൽ 1,43 ഉണ്ട്. പത്തനംതിട്ടയിൽ 2,34 ഉണ്ട്. കൊല്ലത്ത് 1,63 ഉണ്ട്. ആറ്റിങ്ങൽ 3,12 ഉണ്ട്. തിരുവനന്തപുരത്ത് 3,42 ഉണ്ട്. ഇതുപോലെ പിടിച്ചെങ്കിൽ ഇപ്പോൾ LDFും UDFും ധരിച്ചിരിക്കുന്നത് ഞങ്ങളല്ലെങ്കിൽ മറ്റാൻ അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ബ്രദറെ ഒന്നെങ്കിൽ നമ്മുടെ പാർട്ട്ണർ UDF അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ LDF. ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരുമാതിരിപ്പെട്ട പാർട്ട്ണർഷിപ്പൊക്കെ ഇവിടുത്തെ മനുഷ്യനൊക്കെ അറിയാം, പല കാര്യങ്ങളും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകും. ഈ കേരളത്തിലെ BJP നേതാക്കന്മാരുടെ തൊഴുത്തിക്കുത്തും കയ്യിലിരിപ്പും കൊണ്ടാണ്. ഞാൻ അന്ന് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന രീതിയിൽ ഞാൻ ഈ ഇലക്ഷന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അനിൽ ആൻ്റണി ഇവിടെ ജയിക്കില്ല. അതേ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു PC ജോർജിനെയോ മകനെ ഇവിടെ നിർത്തിയായിരുന്നില്ല ഇതിൽ കൂടുതൽ വോട്ട് പിടിച്ചാനേ, ചിലപ്പോൾ ജയിക്കുകയും ചെയ്തേനെ. പക്ഷേ അത് ജയിക്കാതിരിക്കാനും നിർത്താതിരിക്കാനുള്ള കളി ഇവിടെ കളിച്ചു. അതുകൊണ്ട് കേരളത്തിലെ BJP നേതൃത്വത്തോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പൊതു സ്വഭാവമായ തൊഴുത്തിക്കുത്തും മത്സരവും പരസ്പരം ചവിട്ടും. കഴിഞ്ഞ പ്രാവശ്യം മര്യാദയ്ക്ക് ആറ്റിങ്ങിൽ നിന്ന് പ്രവർത്തിച്ച് ഒരുവിധം നല്ല ശക്തിയായിട്ട് വന്ന ശോഭാ സുരേന്ദ്രൻ, അവരെ ഈ പ്രാവശ്യം അവിടെ സീറ്റ് കൊടുത്ത് അവിടെ നിർത്തിയായിരുന്നെങ്കിൽ അവരവിടെ കയറി വന്നേനെ. അപ്പോൾ അവരെ അവിടെ നിന്ന് ചവിട്ടിയിട്ട് മുരളീധരൻ അവിടെ പോയി നിന്നു, ജയിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ആ സ്ത്രീ പോയി നിന്നു, ഒരുവിധം ഒന്ന് ആക്കി. മാർക്സ് പാർട്ടിയുടെ കോട്ടയെന്ന് പറയാവുന്ന ആലപ്പുഴയാണ്. പക്ഷേ ആലപ്പുഴയിലെ തെരുവുകളിൽ കൂടെ നടന്നാൽ ആളുകൾ പാർട്ടിക്കാരെ തെറി പറയുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് പാർട്ടിയെ മാർക്സ് പാർട്ടിക്കാരെ തെറി പറയുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ശോഭാ സുരേന്ദ്രനെ ഒന്നും കേരളത്തിൽ ഒഴിവാക്കി കളയാൻ BJPക്കാർക്ക് പറ്റില്ല. 140 മണ്ഡലങ്ങളുണ്ട്. മന്ത്രിമാരെല്ലാം കൂടെ കൂട്ടിയാൽ ഇഷ്ടം പോലെ 10-21 എണ്ണം ഉണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. പിന്നെ എന്തിനാ സ്ത്രീയെ ഒഴിവാക്കുന്നത്? ഇവിടുത്തെ BJP നേതൃത്വത്തോട് ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? ഈ അനിൽ ആൻ്റണിയെ പോലെ ഇലക്ഷൻ്റെ 1 മാസം മുമ്പ് അവിടുന്ന് ഇവിടുന്ന് ചാടി വന്ന ആളുകളെ, അങ്ങനെയുള്ളവരെ അല്ലാതെ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ നിർത്തിയാൽ, കുറച്ച് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ എങ്കിലും നിർത്തിയാൽ, വളരെ ചിട്ടയായ ഒരു പ്രവർത്തനത്തിലൂടെ പോയാൽ നമുക്കൊരു കാര്യം BJP നേതാക്കന്മാരോട് ഞങ്ങൾ പറയട്ടെ, ഇവിടുത്തെ ജനത്തിന് നിങ്ങളോട് വലിയ ഐത്തമൊന്നുമില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഭരിക്കണമെന്നൊന്നും ഇവിടുത്തെ ജനത്തിന് നിർബന്ധമില്ല. കോൺഗ്രസ് ഭരിക്കണമെന്ന് ഇവിടുത്തെ ജനത്തിന് ഒട്ടും നിർബന്ധമില്ല. BJP ഭരിക്കരുതെന്നും ഒക്കെ നിർബന്ധമുള്ളത് കുറച്ച് പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ജനത്തിന് എന്നാ വിഷയം? അതുകൊണ്ട്
ഒരു നല്ല നേതാവിനെ മുന്നേ നിർത്തി. അധികാരം കിട്ടിയാൽ നിങ്ങൾ ഇവിടെ കിടന്ന് കടിച്ചു കീറുമെന്ന് ജനത്തിനറിയാം. അധികാരം ഇല്ലാത്തപ്പോൾ നിങ്ങൾ കടിച്ചു കീറുന്നു. അപ്പോൾ അധികാരം കിട്ടിയാൽ കടിച്ചു കീറാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു നല്ല മനുഷ്യനെ മുന്നേ നിർത്തിക്കൊണ്ട്, അങ്ങനെ ഒരാളില്ലേ? ആ സുരേഷ് ഗോപി ആയാലും നിർത്താം. അങ്ങനെ ഒരാളിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ യോഗ്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. അർഹതപ്പെട്ടവർക്ക് സാഹചര്യങ്ങൾ കൊടു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. ജനത്തിൻ്റെ അടുത്ത് മുറ പറയരുത്, അനാവശ്യ വെട്ടും കുത്തും ഉണ്ടാക്കരുത്. ജനാധിപത്യ രാജ്യമാണിത്. സമാധാന മാർഗത്തിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിലും ഭരണം ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് കേരള നേതൃത്വം വളരെ മാന്യമായി 1.5 വർഷം പ്രവർത്തിച്ചാൽ, നിങ്ങളെക്കുറിച്ചുള്ള ഭയം മാറത്തക്ക രീതി പൊതുജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ, മാന്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ, ഈ 200 വർഷം പുറകിലത്തെ വർത്തമാനം ഒന്നും പറയരുത്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അവരെയൊക്കെ കളത്തിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് വളരെ യോഗ്യമായിട്ട്, ഈ സുരേഷ് ഗോപിയെ പോലെയൊക്കെ ഒരു ജനത്തിന് താല്പര്യമുള്ള ഒരാളെ, സുരേഷ് ഗോപിയെ ജനത്തിന് താല്പര്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ 80,000-ന് മുകളിൽ ഭൂരിപക്ഷം. അത് തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രിസ്ത്യാനികളും മറ്റ് ജാതിക്കാരും എല്ലാം കൂടെ ചേർന്ന് കൊടുത്ത ഭൂരിപക്ഷമാണ്. പിന്നെ അത് ജാതി മതമൊന്നും നോക്കണ്ട, രാഷ്ട്രീയം മാത്രം നോക്കി വളരെ ശാന്തമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തി അയാളെ പുറകിൽ നിന്ന് ചവിട്ടാതെയും വെട്ടാതെയും. തൃശ്ശൂർ പോലും സുരേഷ് ഗോപിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, സംഘടനയുടെ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് കിട്ടിയില്ലെന്ന്. അങ്ങനെ അല്ലാതെ നിങ്ങൾ ഈ പുറകിൽ നിന്നുള്ള വെട്ട് നിർത്തിയിട്ടും നിങ്ങൾ കളിക്കുകയും ചവിട്ടുകയും ചെയ്യാതെ, നിങ്ങൾ ഓരോരുത്തരും ഓരോ മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാന്യമായി നിന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു വന്നാൽ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് 1, 2, 3, 6 മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് നിങ്ങൾക്കുണ്ട്. 6 മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട്. അതിൽ തന്നെ 1, 2, 3 മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിന് മുകളിൽ വോട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ 7, 6, 42ഓളം സീറ്റുകൾ നിങ്ങൾ ഐക്യപ്പെട്ട് നിന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയെ പിടിക്കാവുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ഏതാണ്ടൊരർത്ഥം. അപ്പോൾ അവിടുന്ന് 71, 72 സീറ്റൊന്നും പിടിക്കുക എന്ന് പറയുന്നത് വ്യക്തമായ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ, കേരളത്തിലൊരു 3ാം മുന്നണിയെ ജനം ആഗ്രഹിക്കുന്നുണ്ട്, മടുത്തെന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഈ 3ാം മുന്നണിയെ ആഗ്രഹിക്കുന്ന വിടവ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, നിങ്ങൾ വ്യക്തമായ പദ്ധതിയോടുകൂടി, ഇവിടെ വർഗീയതയും ബാക്കിയുള്ള കാര്യമൊന്നും പറഞ്ഞാൽ ആ പരിപ്പ് കേരളത്തിൽ വേകുകയില്ല. അത് വെന്താലും വോട്ട് ചെയ്ത് ഭരണത്തിൽ വരാനുള്ള വോട്ട് അവിടെ കിട്ടില്ല. അതുകൊണ്ട് ആ പരിപ്പ് ഇവിടെ വേവിക്കാൻ നോക്കണ്ട, അത് വേകുകയില്ല. അപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് വ്യക്തമായി ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന്, ഈ 2 വർഷം നിങ്ങൾക്ക് പൈസയ്ക്ക് പഞ്ഞമില്ല, അതിനുള്ള വഴികൾക്കും പഞ്ഞമില്ല. അപ്പോൾ BJP നല്ല വ്യക്തമായി യോഗ്യമായിട്ട് ഭരിക്കാൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു ഈ കണക്കുകൾ വെച്ച്, ഈ കഴിഞ്ഞ പല ഇലക്ഷനിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ ജനത്തിനൊന്നും BJP അധികാരത്തിൽ വന്നുകൂടാ എന്ന് ജനത്തിന് പൾസില്ല. പിന്നെ അവരുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കാർ പറയും, അതിപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ, അവരെന്തെങ്കിലും പറയും. അതുകൊണ്ട് കേരളത്തിലെ BJP നേതൃത്വത്തോട് പറയട്ടെ, തൊഴുത്തിക്കുത്ത് നിർത്തി, വെട്ടും കുത്തും നിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന പണി നിർത്തി, എവിടെ പോയാലും ശോഭാ സുരേന്ദ്രനെ നശിപ്പിക്കാനുള്ള പരിപാടികൾ ഒഴിവാക്കി അവരെവിടെയെങ്കിലും നിന്ന് ജയിക്കട്ടെ. അവർ സംസ്ഥാനത്തൊരു കൊള്ളാവുന്ന മന്ത്രിയാട്ടെ, അവർക്ക് സംസാരിക്കാനൊക്കെ അറിയാം, അവർക്ക് ഭാഷ അറിയാം, സംസാരിക്കാനറിയാം, അവർ കഴകത്തുള്ള സ്ത്രീയാണ്. പാർട്ടിക്കാരനല്ലാതെ വെളിയിൽ നിന്ന് പറയുന്നു, ഞങ്ങൾക്കൊക്കെ ഒരു ബഹുമാനം തോന്നുന്ന സ്ത്രീ അവർക്കിട്ട് പണിയെടുക്കരുത്. അത് പണിയെടുക്കുന്ന കേരളത്തിലെ കുറേ ജീമാരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനത്തെ പരിപാടി ചെയ്യാതെ നിങ്ങൾ ചിട്ടയായ ഒരു പ്രവർത്തനത്തിലൂടെ മര്യാദയ്ക്ക് വന്നാൽ ഈ കേരളത്തിന് ഒരു നല്ല ഭരണം ഉണ്ടാവാം. നിങ്ങൾക്ക് അതിനുള്ള വഴികളും സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിട്ടയായി പ്രവർത്തിച്ച് ഈ കാണുന്ന ജനഹിതം, ഈ ജനവിധി, ഏറ്റവും ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള പൊന്നാനി പോലും ഉണ്ട് 1.25 ലക്ഷം വോട്ട്. മലപ്പുറത്തുണ്ട് 85,000 വോട്ട്. ഇനി മലപ്പുറം കിട്ടിയില്ലേ പോട്ടെ, 7 നിയമസഭാ മണ്ഡലമല്ല പോവുള്ളൂ.
ഈ 70-75 മണ്ഡലം എടുക്കാൻ നിങ്ങൾക്ക് ഒരു പാടുമില്ല എന്ന യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് വന്നാൽ സിനിമാക്കാർക്ക് ഭരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പഠനം കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ എഴുത്തും വായന അറിയത്തില്ലാത്തവർക്ക് പറ്റുന്നു. സ്വന്തം പേരെഴുതാൻ അറിയത്തില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന നാട്ടിൽ ആ മനുഷ്യൻ എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല? അതൊക്കെ ഇരുന്നോളും, അതൊന്നും ഭാരപ്പെടണ്ട. അപ്പോൾ അങ്ങനെയുള്ളവരെ മുന്നേ നിർത്തിക്കൊണ്ട് യോഗ്യമായ പ്രവർത്തനം നടത്തിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യോഗ്യമായിട്ട് പോയാൽ നിങ്ങൾക്ക് കേരളം ഭരിക്കാൻ പറ്റും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും, അതോട് ചേർത്ത് മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, കോഴിക്കോടുകാരൻ, ഞാൻ ഇനി തൽക്കാലത്തേക്ക് ഒരു ഇലക്ഷനും ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇനി 2 വർഷത്തിനുള്ളിൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റിയ ഇലക്ഷനൊന്നുമില്ല, സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ വരണം. അതുകൊണ്ട് അതുവരെ ഞാനില്ല. അത് പക്ഷേ അവരുടെ ഒരു പൊതു സ്വഭാവമായി. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ കോൺഗ്രസ്സുകാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്കിപ്പം അതുവരെ അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് അങ്ങേര് പറഞ്ഞത്. പക്ഷേ അവർ ചുമ്മാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അണികളുണ്ട്. നിങ്ങൾ മാന്യമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.